നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പത്രത്തിലും ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്തെ സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യ എന്നാണ് പറയുന്നത്. എന്തിനാണ് ജോലി സ്ഥലത്തെ ഇത്രയും സമ്മർദ്ദം ഉണ്ടെങ്കിൽ എന്തിനാണ് ആ ജോലി? നമ്മൾ ഒരുപാട് വരുമാനത്തെ ആശ്രയിക്കാൻ പോകരുത്. അതായത് നമ്മൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ജോലി എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. നമുക്ക് ആവശ്യങ്ങളുണ്ടാവാം, പക്ഷേ ഉള്ള വരുമാനത്തെ നേരാമിതം കൈകാര്യം ചെയ്താൽ ഒരുമാതിരിപ്പെട്ട നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ജോലിയുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ, ആ ജീവനാണ് നഷ്ടപ്പെട്ടത് അല്ലേ? ആ ജീവൻ എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്. എത്ര കഷ്ടപ്പെട്ടാണ് അച്ഛനും അമ്മയും ആ ഒരു പ്രായം വരെ ആ മകനെ എത്തിച്ചത് അല്ലേ? ആ അച്ഛനും അമ്മയ്ക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് ഒരു മകൻ അവർക്ക് നഷ്ടപ്പെട്ടു എന്നതിലുപരി അവരുടെ ജീവിതത്തിലെ കൂടുതൽ സമയം തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. പലതും അവരുടെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും അവരുടെ കുഞ്ഞിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. ഉറക്കം നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ സമയത്ത് കഴിക്കാതെയൊക്കെ കുഞ്ഞിനെ നോക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുഞ്ഞിനെ വളർത്തി ഇത്രയും വലുതാക്കിയത്. ജോലി ലഭിച്ചു, അതിലെ സമ്മർദ്ദം മൂലമാണെങ്കിൽ നിങ്ങൾ ആ ജോലി എന്തിനാണ് അങ്ങനത്തെ സമ്മർദ്ദം തരുന്ന ജോലി? ആ ജോലി മാറ്റി വയ്ക്കൂ. കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യൂ. അല്ല, അതിന് അത്രയും സമ്മർദ്ദമില്ലാത്ത എന്തെല്ലാം ജോലികളുണ്ട്. വരുമാനം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര കിട്ടില്ലായിരിക്കും, എങ്കിലും പറ്റുന്ന എത്രയോ ജോലികളുണ്ട്. അത്ര ജോലി ചെയ്തോ, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ 350 രൂപയ്ക്ക് അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അതും വേതനമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതും ഒരു ജോലിയല്ലേ? അതുകൊണ്ട് എന്തോ ആകാൻ ആണ് ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഓരോ കടകളിൽ ചെന്ന് തിരക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം വരുമാനത്തോടെ ഇത്രയും സ്ട്രെസ്സൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് അല്ലേ? അമ്മയ്ക്കും അച്ഛനും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വരുമാനം ഇത്ര, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛനും ഏതായാലും എനിക്കില്ല ഇത്രയൊന്നും പറ്റത്തില്ല, ഇതിൽ കൂടുതൽ തരണമെന്നൊന്നും ഒരു അച്ഛനും അമ്മയും കൊണ്ട് ബഹളം വയ്ക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ടാകും, ജോലിയിലെ പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു പരിഹാരമായി മാറുകയല്ല. അവിടെ നിങ്ങൾ ധൈര്യം കാണിക്കുക, ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം അല്ലേ? ആ ധൈര്യത്തിൻ്റെ പകുതി മതിയല്ലോ ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിയിലേക്ക് കടക്കാനായിട്ട്. പോരെ? ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. നല്ല ധൈര്യമുള്ളവർക്ക് ആത്മഹത്യ ചെയ്യുക. കാരണം നമ്മളെ ഏത് രീതിയിലായാലും നമ്മുടെ ശരീരം നോക്കുമെന്നൊക്കെ അറിയാം അല്ലേ? പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കും. നമ്മുടെ മനസ്സിൻ്റെ ലോലതയാണ് അവിടെ കാണിക്കുന്നതെങ്കിലും ഒരു നിമിഷം നമുക്ക് ഭയങ്കരമായിട്ട് ധൈര്യം കൂടെ തോന്നുകയാണ്. അത് ചെയ്യാനുള്ള ധൈര്യം ഒറ്റ നിമിഷം നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഒരു നിമിഷം ഞാനെന്തിനാ ആത്മഹത്യ ചെയ്യണം, എനിക്കാ ജോലി വേണ്ട, അങ്ങനൊന്ന് തീരുമാനിച്ച് എന്ത് പ്രശ്നമായിട്ടും നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മുടെ അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്യും. നമുക്ക് പറയാൻ പറ്റുന്നവരോട് ഷെയർ ചെയ്യും, ഇല്ലെങ്കിൽ സ്വയം ഷെയർ ചെയ്യും. അത് വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ടെങ്കിൽ ഫോണിൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഫോണുണ്ടല്ലോ, ഫോണിലൊരു പാട്ട് വെച്ചിട്ട് ഇച്ചിരി സൗണ്ടിലിരുന്നോട്ടെ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയോ അല്ലെങ്കിൽ ഒരു കസേരയിലിരുന്നിട്ട് മുകളിലേക്ക് ഫാനിലേക്ക് നോക്കിയോ ലൈറ്റിലേക്ക് നോക്കിയോ, ലൈറ്റിലൊക്കെ നോക്കി കണ്ണ് തന്നെ എടുക്കരുത്, നോക്കിയോ നിങ്ങളെ കണ്ണാടിയിലേക്ക് നോക്കി എങ്ങനെയാണല്ലോ നിങ്ങളുടെ ആ പ്രശ്നം നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിരിക്കുകയാണ്, അയാളോട് നിങ്ങൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിൽ നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശ്വരനിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ ആ ഈശ്വരൻ്റെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയൂ.
അങ്ങനെ നിങ്ങളുടെ ആ മനസ്സൊന്ന് റിലാക്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് എളുപ്പം പറ്റുന്ന കാര്യമല്ല. ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും നിങ്ങളുടെ ആ സ്ട്രെസ്സ് മാറ്റാനും പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ആരും അറിയുകയില്ല. നിങ്ങളുടെ മനസ്സ് ശരിക്കും ശാന്തമാവും. നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനോട് സംസാരിക്കുന്ന രീതിയിൽ ചോദിക്കും. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. എന്തിനെനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തോന്നു, അല്ലെങ്കിൽ എന്നോട് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ചോദിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ കുറേ കൺഫ്യൂഷൻസും എന്തിനോട് എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നു. അങ്ങനെ അങ്ങ് ചോദിച്ചേ. അപ്പോൾ നിങ്ങളുടെ ആ കുറേ പ്രഷർ ഇങ്ങനെ ലോ ആകാൻ തുടങ്ങും. ആ സ്ട്രെസ്സ് നന്നായിട്ട് കുറയുകയും ചെയ്യും. ഒരു മാറ്റമില്ല, നിങ്ങൾ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടാകും. നിങ്ങളിങ്ങനെ സംസാരിച്ച് നോക്കൂ. മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ ശരിയാവില്ല എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സംസാരിക്കൂ. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി സംസാരിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് സംസാരിക്കും. ഒരു ഫോണ് ഇത്തിരി പാട്ടൊക്കെ വെച്ചപ്പം പുറമേ ഉള്ളവരാരും കേൾക്കില്ലല്ലോ. നിങ്ങൾ സംസാരിക്കും. അങ്ങനെ തിരിച്ചിങ്ങോട്ടൊന്നും പറയത്തില്ലല്ലോ. തിരിച്ചെന്തിനാ പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ഉള്ള രീതി സംസാരിക്കും. ഇപ്പം ദൈവം വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ വിചാരിക്കുന്നു നീ എന്തിനാ അങ്ങനെ ചെയ്തിട്ടല്ല ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ന്യായം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ അവിടെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മളുടെ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. നമ്മളെക്കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. നമുക്കത് സാധ്യമാക്കാം എന്ന് ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷെ അത് നമ്മൾ ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരാൾക്ക് പഠിക്കുന്നതിലാണ് ഭയങ്കര ബുദ്ധിയെങ്കിൽ മറ്റൊരാൾക്ക് എഴുതുന്നതിലായിരിക്കും ബുദ്ധി. എഴുത്തുകാരനാകും അല്ലേ. അതൊരു കഴിവാണ്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. ആ കഴിവ് എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം. ഒന്നുകിൽ നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് മറ്റൊരാൾ തിരിച്ചറിഞ്ഞ് നമ്മളോട് പറയണം. ആരും അങ്ങനെ പറയാനില്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തണം. നമ്മൾ വെറുതെ ഇരിക്കും ആലോചിക്കുക, ഞാൻ എന്തൊക്കെ ചെയ്യും, എനിക്ക് പാചകം ചെയ്യാൻ അറിയാമല്ലോ, ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് എല്ലാവരും പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഫുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ പടം വരയ്ക്കും, ആ പടം വരയ്ക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഒരുപാട് കഴിവുകളുമായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. അതും നമ്മൾ കണ്ടെത്താനുള്ള ഒരു പ്രയാസം നേരിടുന്നതാണ് എല്ലായിടും പ്രശ്നമായിട്ടുള്ളത് അല്ലേ. അപ്പം ആത്മഹത്യ എന്നൊന്നും ഒരു പ്രശ്നം അതെന്തിനാണ് വെറുതെ. ഒന്നുകിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, ഇതൊക്കെ ആയിരിക്കുമല്ലോ ആത്മഹത്യ. നിങ്ങൾക്കൊരു നഷ്ടമില്ല, നിങ്ങൾക്ക് നേട്ടം മാത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങളുണ്ടായ നേട്ടത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്, വേറെ ആൾക്കാർക്കും നഷ്ടം വരാൻ പറ്റും. നമുക്ക് ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെയാണ്, നമുക്കതിൻ്റെ വേദന താങ്ങാൻ വയ്യ എന്നൊക്കെ നമ്മളെ നോക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല, ദയാവധം എന്നൊക്കെ പറയാൻ കൊടുക്കത്തില്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ ഞാനൊരിക്കലും അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ദയാവധം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം ഒരു അവസാന കാലഘട്ടം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ ധാരണയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് സംസാരമൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം. ഞാനൊന്നും അതിനെക്കുറിച്ച് പറയാൻ ശരിയല്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തൻ്റെ ജീവിതാവസാനത്തെക്കുറിച്ച് കൺസെപ്റ്റുകളുണ്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ നല്ല കാര്യമാണ്. ആർക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം പിള്ളേർക്ക് പഠിക്കാനായിട്ട് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊരു ഫോമൊക്കെ ഉണ്ട്, തിരക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കങ്ങനെ എന്തിനാ വെറുതെ കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞ് പിന്നെ അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത്
അങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ശരീരം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ, കുട്ടികൾ പഠിക്കാനല്ലേ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ അതുവഴി ഉണ്ടാകും എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ അത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം എന്തിനേയും ധൈര്യമായിട്ട് നേരിടും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എനിക്ക് എന്താ പറയുക നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ട് നേരിടുക. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ, നിങ്ങളെ ആരും കാണത്തില്ല സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് എല്ലാവരും പറയത്തുള്ളായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽത്തുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു നീ ചെയ്ത് തെറ്റാണെന്നായിരിക്കും ചുറ്റുമുള്ള ആളുകൾ. നിങ്ങൾ നടുക്ക് നിൽക്കണം, ചുറ്റും ഒരു 1000 ആളുകൾ നിന്നിട്ട് നിങ്ങളെ വിരൽ ചൂണ്ടിട്ട് പറയാൻ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയും എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അവരുടെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിലത് ശരിയാവും. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അത് തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഒരിക്കൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കിട്ടുന്ന ധൈര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം അവസാനം വരെ നിങ്ങൾക്ക് ഓരോ നിമിഷവും ഊർജം നൽകിക്കൊണ്ടേയിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എനിക്കാരുടെയും സഹായം വേണ്ട, ഞാനങ്ങനെ തന്നെ ജീവിച്ചോളാം. നിങ്ങളങ്ങനെ ജീവിച്ചു നോക്കിയേ. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരെല്ലാം അവളുടെ അടുത്ത് എന്തോ ചെയ്താലും അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്തോ പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ടും കാര്യമില്ല. അവനെല്ലാത്തിനും തരണം ചെയ്യാനുള്ള കഴിവ് അവനുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ വേലത്തരവും കൊണ്ട് ചെല്ലണ്ട എന്ന് കരുതി പലരും പിന്നോട്ട് മാറും. അവിടെയാണ് നിങ്ങൾ വലിയൊരു വിജയിയായി മാറുന്നത്. ശരിയല്ലേ?